ആകാശവാണി. നമസ്കാരം. ദേശീയ മനുഷ്യാവകാശ ദിനവുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഓരോ വ്യക്തിക്കും സുരക്ഷിതത്വത്തോടെയും അന്തസ്സോടെയും ജീവിക്കാനുള്ള അവകാശമുണ്ട്. സ്വകാര്യത, മതവിശ്വാസം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവയ്ക്കുള്ള സംരക്ഷണം, വീട്, ഭക്ഷണം, വസ്ത്രം എന്നിവയോടുകൂടിയ ജീവിതം നയിക്കാനുള്ള അവകാശം, വാർദ്ധക്യം, വൈധവ്യം, ശാരീരിക ബലഹീനതകൾ എന്നീ അവസ്ഥയിൽ ലഭിക്കേണ്ട സംരക്ഷണം, നിയമത്തിനു മുന്നിലുള്ള സംരക്ഷണം, കുറ്റവാളി എന്ന് തെളിയിക്കപ്പെടും വരെ നിരപരാധിയായി പരിഗണിക്കപ്പെടാനുള്ള അവകാശം, അന്യായമായി തടങ്കലിൽ പാർപ്പിക്കില്ല എന്ന ഉറപ്പ്, ഇവയെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മനുഷ്യ അവകാശങ്ങളായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കി സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമാണ് ഇത്. 1948 UN പൊതുസഭ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. എല്ലാവർക്കും പൊതുസേവനങ്ങളും അന്തസ്സും. മനുഷ്യാവകാശം നമ്മുടെ ദൈനംദിന ആവശ്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 1993 സെപ്റ്റംബറിലാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കിയത്. അതേ വർഷം തന്നെ ഒക്ടോബറിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായി. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിർദ്ദേശിക്കുന്ന ഉത്തരവാദിത്തം നടപ്പാക്കുക എന്നതാണ് കമ്മീഷന്റെ ചുമതല. ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ, ചികിത്സാലയങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കുകയും പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും അവിടങ്ങളിലെ അന്തേവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യുക, ഭരണഘടനാപരവും നിയമപരവുമായ നിലവിലുള്ള മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തുക എന്നിവയും കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടുന്നു. മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുക എന്നതിലുപരി ആഘോഷമാക്കിയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ മനുഷ്യാവകാശ ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യവേ രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. വ്യക്തികളുടെ അന്തസ്സ് എന്നത് വിട്ടുവീഴ്ച പാടില്ലാത്ത കാര്യമാണ്. മനുഷ്യാവകാശങ്ങൾ നിറവേറ്റപ്പെടാത്ത സാഹചര്യം ഒരാൾക്കും നേരിടേണ്ടി വരരുതെന്നും രാജ്യത്തെ ഓരോ വ്യക്തിക്കും നീതി ജന്മാവകാശമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. വസുധൈവ കുടുംബകം സാർവത്രിക മനുഷ്യാവകാശങ്ങളുടെ ആശയത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ രാഷ്ട്രപതി സ്ത്രീ ശാക്തീകരണമാണ് മനുഷ്യാവകാശങ്ങളുടെ പ്രധാന സ്തംഭമെന്നും അഭിപ്രായപ്പെട്ടു. Human rights are contained in the vision of our Constitution. Highlighting our constitutional objectives, we must make our political democracy a social democracy as well. Human rights promote social democracy. Human rights encompass the right to live without fear, to learn without barriers, to work without exploitation, and to age with dignity. Our ancient value of Vasudhaiva Kutumbakam, which means that the world is one family, is reflected in the idea of universal human rights. It is only up that India's sustained commitment to the human rights principles has been recognized globally. महिलाओं का सशक्तिकरण और कल्याण मानव अधिकार के प्रमुख आधार स्तंभ है. बेटी बचाओ बेटी पढ़ाओ अभियान के बेटियों की शिक्षा को बढ़ावा मिला है, विशेषकर उन क्षेत्रों में जहां बेटियों की संख्या कम है. 1215 ഇംഗ്ലണ്ടിലെ റണ്ണിമീഡ് എന്ന സ്ഥലത്തുവെച്ച് ഒപ്പുവെച്ച മാഗ്ന കാർട്ടയാണ് മനുഷ്യാവകാശ സംരക്ഷണത്തിന്റെ ആദ്യ ചുവടുവയ്പ്. അന്യായമായി തടങ്കലിൽ പാർപ്പിക്കുന്നതിൽ നിന്നും നാടുകടത്തുന്നതിൽ നിന്നും നികുതി പിരിക്കുന്നതിൽ നിന്നും രാജാവിനെ തടയുന്ന എഴുതപ്പെട്ട രേഖയായിരുന്നു അത്. 1689 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവകാശ നിയമം മറ്റൊരു ചവിട്ടുപടിയായി. മനുഷ്യാവകാശം സംബന്ധിച്ച ആദ്യ ആഗോളരേഖ 1945 ജൂൺ 25 അംഗീകരിച്ച UN ചാർട്ടറാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കീഴിലും മനുഷ്യാവകാശ കമ്മീഷനുകളുണ്ട്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചിരുന്നയാളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. കമ്മീഷൻ അംഗങ്ങൾ ചെയർമാൻ കൂടാതെ 4 വരെയാകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അതേ അധികാരങ്ങൾ തന്നെയാണ് സംസ്ഥാന കമ്മീഷനുകൾക്കും. മനുഷ്യാവകാശ ലംഘനങ്ങളെ പരിശോധിച്ച് അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്.
വീടുകളിലും ജോലിസ്ഥലത്തും സൈബർ ഇടങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും ഓരോ പൌരനും എല്ലായ്പ്പോഴും ലഭിക്കേണ്ട അടിസ്ഥാന ആവശ്യങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. മനുഷ്യാവകാശങ്ങൾ ഓരോ പൌരനും വളരെ വിലപ്പെട്ടതാണെന്നും അതിന്റെ ലംഘനം തടയേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് പറഞ്ഞു. മനുഷ്യാവകാശം എന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആശയമോ ഒരു വാക്കോ ആണ്. പക്ഷെ മനുഷ്യാവകാശം എന്നത് എന്താണ് എന്ന് വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്ത ഒരു സമൂഹമാണ് നമ്മുടേത് എന്നാണ് കഴിഞ്ഞ 4 വർഷമായി മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ ജീവൻ, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് ഇവയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം മനുഷ്യാവകാശമാണ് എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യന് സ്വാതന്ത്ര്യത്തോടെയും സമത്വത്തോടെയും അന്തസ്സോടെയും ജീവിക്കാനുള്ള അവന്റെ അവകാശമാണ് മനുഷ്യാവകാശം എന്നത്. അത് ആരുടെയും ഔദാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമം നൽകിയിട്ടുള്ളതല്ല. ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ഓരോ വ്യക്തിക്കും അവന്റെ ജന്മം കൊണ്ട് സിദ്ധിച്ചിട്ടുള്ള ഒരു അവകാശമാണ്. മനുഷ്യ സ്നേഹികളായ ഒരുപാട് പേരുടെ ലോകമെമ്പാടുമുള്ള സമരങ്ങളുടെയും ജീവൻ വെടിയലിന്റെയും രക്തച്ചൊരിച്ചിന്റെയും ഒക്കെ അനന്തരഫലമായാണ് 1948 അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം ഡിസംബർ 10 നടന്നിട്ടുള്ളത്. ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്നും നിർബാധം തുറന്നുകൊണ്ടിരിക്കുക. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ ഇത് കൈകാര്യം ചെയ്യുന്ന മനുഷ്യാവകാശ സംരക്ഷണത്തിനായി നിയോഗിക്കപ്പെട്ടവർ മനുഷ്യരാവുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് കൂട്ടായി പ്രതിജ്ഞയെടുക്കാം, നമുക്ക് മനുഷ്യരാവാം. അതേപോലെ തന്നെ നമ്മുടെ സഹജീവികളുടെ മനുഷ്യാവകാശത്തെ മാനിക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്യാം. മനുഷ്യാവകാശങ്ങളിൽ കുട്ടികളുടെ അവകാശങ്ങൾക്ക് എല്ലാ കാലത്തും പ്രാധാന്യം കൂടുതലാണ്. നല്ല ആഹാരം ലഭിക്കാതിരിക്കൽ, വിദ്യാഭ്യാസ സൌകര്യങ്ങളുടെ അപര്യാപ്തത, ആവശ്യമായ സംരക്ഷണവും ലാളനയും ലഭിക്കാതിരിക്കൽ, ശാരീരികവും ലൈംഗികവുമായ പീഡനങ്ങൾ, ബാലവേല, ബാലഭിക്ഷാടനം, ശൈശവ വിവാഹം എന്നിവയെല്ലാം കുട്ടികളുടെ അവകാശങ്ങളുടെ ലംഘനമാണ്. 1984 ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശ ഉടമ്പടി അംഗീകരിക്കുന്നത്. ഇതിൽ കുട്ടികളുടെ അതിജീവനം, സംരക്ഷണം, വികസനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. 18 വയസ്സിൽ താഴെയുള്ളവരെയാണ് ഇന്ത്യയിൽ കുട്ടികളായി കണക്കാക്കുന്നത്. 2009 ഇന്ത്യയിൽ നിലവിൽ വന്ന സൌജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കുട്ടികളുടെ അവകാശങ്ങളിലെ സുപ്രധാന ഏടായി. ഇതുപ്രകാരം 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായും വിദ്യാഭ്യാസം നൽകിയിരിക്കണം. ബാലാവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ പറയുന്നു. ജനാധിപത്യത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണ് സ്വാതന്ത്ര്യവും അതോടൊപ്പം നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള മൗലിക അവകാശങ്ങളും. മനുഷ്യാവകാശങ്ങൾ മനുഷ്യന് എല്ലായ്പ്പോഴും ജീവശ്വാസം പോലെ ഏറ്റവും ആവശ്യമാണ്. അത് കുട്ടികളുടെ കാര്യത്തിലാവുമ്പോൾ സാധാരണഗതിയിലുള്ള അവകാശങ്ങൾക്കും അപ്പുറം ലോകമാകെ അനുവദിച്ചു തന്നിട്ടുള്ള അതിജീവനമെന്ന അവകാശവും സംരക്ഷണമെന്ന അവകാശവും അതോടൊപ്പം ഉന്നമനമെന്ന അവകാശവും പങ്കാളിത്തമെന്ന അവകാശവും കൂടെ ചേർത്ത് വെക്കണം. അവന്റെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കാവശ്യമായ വിദ്യാഭ്യാസവും കലാപ്രവർത്തനത്തിലുള്ള പങ്കെടുക്കാനുള്ള അവകാശവും ഈ അവകാശങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും അവന് സുരക്ഷിതവും സംരക്ഷിതവുമായ ഒരു സാമൂഹിക അന്തരീക്ഷം കുട്ടിക്കുണ്ടാവുകയും വേണം. നമ്മുടെ കുട്ടികൾ അവരുടെ മൗലികാവകാശങ്ങളും മൗലികമായ കടമകളും സ്വാതന്ത്ര്യവും എല്ലാം പഠിച്ച് എല്ലാം ലഭിച്ച് വളർന്നു വലുതാവട്ടെ, അവരുടെ സ്വപ്നങ്ങളിലേക്ക് നടക്കട്ടെ. അതിനാവശ്യമായ കൂട്ടായ പ്രവർത്തനം നമ്മുടെ സമൂഹം ചെയ്യണം എന്നാണ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യന്റെ അവകാശങ്ങളുടെ നിർവചനത്തിനും മാറ്റം വരും. അത്തരത്തിൽ ഏറ്റവും പുതിയ ഒന്നാണ് സൈബർ ഇടങ്ങളിലെ മനുഷ്യാവകാശ ലംഘനം. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിൽ കൈകടത്തുന്നതുൾപ്പെടെ അവകാശ ലംഘനമായാണ് കണക്കാക്കുന്നത്. വയോജനങ്ങളുടെ സുരക്ഷയും സംരക്ഷണവും മനുഷ്യാവകാശങ്ങളിൽ ശ്രദ്ധ ആവശ്യമായ പ്രധാന മേഖലയാണ്. പ്രായമായവരെ ഒറ്റപ്പെടുത്തുന്നതും അവർക്ക് സംരക്ഷണം നൽകാതിരിക്കുന്നതും തെറ്റായ പ്രവണതയാണ്. വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന വയോജന കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്.
60 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവരുടെ കഴിവുകൾ സമൂഹത്തിനായി ഉപയോഗപ്പെടുത്തുവാനുമുള്ള പ്രവർത്തനങ്ങളും കമ്മീഷൻ ലക്ഷ്യമിടുന്നു. ഓരോ വ്യക്തിയുടെയും അവകാശങ്ങൾ മാനിക്കപ്പെടേണ്ടതും സംരക്ഷിക്കപ്പെടേണ്ടതുമാണെന്ന് ഓർമ്മിപ്പിക്കാനാണ് മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നത്. ആളുകളെ അവരുടെ സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കാനും സമത്വവും നീതിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സജീവമായ പങ്ക് വഹിക്കാനും ഇത് ലക്ഷ്യമിടുന്നു. സ്ത്രീ ശാക്തീകരണമാണ് മനുഷ്യാവകാശങ്ങളുടെ പ്രധാന സ്തംഭമെന്ന് രാഷ്ട്രപതി പറയുമ്പോഴും സ്ത്രീകളുടെ അവകാശങ്ങൾ എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നു എന്നതും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ആഗോളതലത്തിൽ ഓരോ 10 മിനിറ്റിലും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ പഠനത്തിൽ പറയുന്നത്. ഇന്ത്യയിൽ സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനുമായി നിരവധി പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. സ്ത്രീകളുടെ അവകാശ ലംഘനം തടയാൻ സംസ്ഥാന വനിതാ കമ്മീഷൻ നിരന്തരം പരിശ്രമിക്കുന്നതായി കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി പറഞ്ഞു. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുന്നതിൽ അടിസ്ഥാന തത്വമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള മനുഷ്യരുടെ അവകാശങ്ങൾ പരിരക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ മഹത്തായ ഭരണഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. ജീവിക്കാനുള്ള അവകാശം രാജ്യത്തെ ഓരോ പൗരനുമുണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഭരണഘടന. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, മതപരമായ വിശ്വാസങ്ങൾക്കുള്ള അവകാശം, ഇതെല്ലാം അംഗീകരിച്ചിട്ടുള്ള ഭരണഘടന നിലവിൽ വന്ന് 7.5 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുമ്പോഴും ജനസംഖ്യയുടെ പകുതിയിലേറെ വരുന്ന സ്ത്രീകൾക്ക് നേരെ പല രീതിയിലുള്ള അവകാശ നിഷേധങ്ങളും ഉണ്ടാവുന്നു എന്നുള്ള സാഹചര്യം നാം കാണുകയാണ്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അവകാശ നിഷേധങ്ങൾ, സ്ത്രീകളോട് കാട്ടുന്ന ക്രൂരതകൾ, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾ, ഇതിലെല്ലാം ഇടപെടാനും അവകാശങ്ങളുടെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കാനും സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശകൾ സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കാനുമാണ് വനിതാ കമ്മീഷൻ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. അന്തസ്സിനും സമത്വത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന സ്ത്രീകളുടെ ധൈര്യത്തെ മനുഷ്യാവകാശ ദിനത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. ഓരോ സ്ത്രീക്കും ഭയമില്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതായി കരുതാൻ കഴിയൂ. ഈ വിഷയത്തിൽ നിർഭയ സെൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ ശ്രീല മേനോൻ സംസാരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെയും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള അനുച്ഛേദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ വന്നിട്ടുള്ളത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണത്തിന് നിയമനിർമ്മാണം നടത്തേണ്ടതിൻ്റെ ആവശ്യകത എടുത്തു പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന. അതിനെ തുടർന്നാണ് ഇന്ത്യയിൽ പല നിയമങ്ങളും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത്. ഭ്രൂണാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ ലിംഗനിർണയം നടത്തുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം നിലവിൽ വന്നു. ഭ്രൂണാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടിയുടെയും അമ്മയുടെയും സംരക്ഷണത്തിനായി മാതൃത്വ അനുകൂല നിയമവും, കുട്ടിയുടെ വികസനത്തിന്റെ പാതയിലേക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ വികസനത്തിന്റെ അല്ലെങ്കിൽ മുന്നേറ്റത്തിനായി കുട്ടിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലനീതി നിയമം, കുട്ടികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്നത് നിരോധിക്കുന്ന നിയമം, ശൈശവ വിവാഹ നിരോധന നിയമം, അവർക്കു നേരെ എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായാൽ തന്നെ അവയെല്ലാം പ്രതിരോധിക്കുവാനും അവരെ മുന്നോട്ട് നയിക്കുവാനും അവരെ പിടിച്ചുയർത്തുവാനും തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ മാത്രമല്ല വകുപ്പുകളും നിലവിൽ വന്നിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങൾ എന്നത് മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പൊതുമൂല്യമാണ്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും ശക്തമായ മനുഷ്യാവകാശ രേഖകളിൽ ഒന്നാണ് ഇന്ത്യയുടെ ഭരണഘടന. അതുകൊണ്ട് തന്നെ രാജ്യത്ത് നടപ്പിലാക്കാവുന്ന അന്താരാഷ്ട്ര ഉടമ്പടികളിലൂടെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഓരോ പൗരനും സ്വയം പ്രതിജ്ഞയെടുക്കേണ്ടതാണ്. ദേശീയ മനുഷ്യാവകാശ ദിനവുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് പാർവതി വിജയൻ. അവതരണം സോഫിയ ഡാനിയൽ.